വട്ടശ്ശേരിൽ തിരുമേനി ആവശ്യപ്പെട്ടിട്ട് ഞാൻ സെമിനാരിയിൽ ചെന്നു. പാത്രിയാർക്കീസ് ബാവയിൽ നിന്നുള്ള കൽപ്പന ലഭിച്ചതായി തിരുമേനിയുടെ സംസാരത്തിൽ നിന്നും അറിയാൻ സാധിച്ചു. ഇത് മലങ്കര സഭയുടെ അധികാരം പിടിച്ചടക്കാനുള്ള പാത്രിയാർക്കീസിൻ്റെ പുതിയ തന്ത്രമാണെന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു. എത്ര കടുത്ത പ്രതിസന്ധി ഉണ്ടായാലും തിരുമേനിക്കൊപ്പം ഞങ്ങളുണ്ടാവും എന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ സെമിനാരിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. Hi, Susan. Hi, and what about the new project? Well, not yet decided. യൂട്യൂബിൽ ഞാൻ ചാച്ചനെ ചെയ്ത കുറെ ഡോക്യുമെന്ററീസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. Thank you. ഓർത്തപ്പം വിളിച്ചോന്നേ ഉള്ളൂ. So kind of you. But I'm in a hurry. Okay. I'll call you later. Bye. Bye. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും സെമിനാരിയിൽ ചെന്നു. പോകാനുണ്ടായ കാരണം എനിക്ക് വട്ടശ്ശേരിയിൽ തിരുമേനിയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ ഡയറി തിരുമേനിയുടെ കാര്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ പോകുന്നതിനുള്ള കാരണം അതിലെഴുതിയിട്ടുണ്ട്. ജനിച്ച മണ്ണും നാടും ഉപേക്ഷിച്ച് പോകുന്ന ഞാൻ ഒരു ഭീരുവാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ വേറെ വഴിയില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. Of course not. I need to go. I would like to find out our Apachan's missing diary. I need to know more about our church, and I will certainly look after myself. Dad, please. I want to go. Thank you. Thank you so much.
പറഞ്ഞ ആവശ്യം വെച്ച് നിന്റെ അന്വേഷണത്തിനും ഡോക്യുമെന്ററി നിർമ്മാണത്തിനും ഏറ്റവും പറ്റിയ സ്ഥലം ഇതാ. വേണമെങ്കിലേ ഇവിടുത്തെ സെമിനാരി കുട്ടികളുടെ കൂടെ കൂടി കുറച്ച് വേദശാസ്ത്രവും പഠിക്കാം. നെറ്റിലൂടെ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ടിത് കാണുന്ന. ആ, സഭയുടെ കേന്ദ്രം മാറുന്നതിന് മുമ്പ് ഇതായിരുന്നു മലങ്കര മെത്രാപ്പോലീത്തയുടെ ആസ്ഥാനം. നമ്മൾ കാണാൻ പോകുന്നത് സെമിനാരിയിലെ ചരിത്രത്തിന്റെ അധ്യാപകനെയാ. അച്ഛനാവുമ്പോ കാര്യങ്ങൾ കുറച്ച് എളുപ്പമുണ്ട്. അച്ഛോ, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുകയായിരുന്നു. ഇപ്പൊ ഈ ലൈബ്രറിയുടെ ചാർജ് കൂടി എനിക്കാ. ഓ അത് ശരി. ഇതാണ് ഞാൻ പറഞ്ഞ. ഓ, നമ്മുടെ ഡോക്യുമെന്ററി അല്ലേ? ആ, എന്താ മോളെ പേര്? ആൻ. ആ, ഗുഡ്. സഭാ ചരിത്രത്തെക്കുറിച്ച് മുൻപ് ചെയ്ത ചില ഡോക്യുമെന്ററികൾ ഇവിടെ ഇരിപ്പുണ്ട്. കുട്ടിക്ക് അത് മതിയെങ്കിൽ ഞാൻ എടുത്തു തരാം. 1-2 യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നു. പുതിയ രീതി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയൊന്ന് വരുന്നത് വളരെ നല്ലതാ. അതിനുവേണ്ടി ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുട്ടിക്ക് ഉപയോഗിക്കാം. എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അതിപ്പോ അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ. ശരി അച്ഛാ. ഓക്കെ. ക്രിസ്ത്യൻ എത്തിക്സ്. ഓക്കെ. ആൻ, ഇത് ജോൺ. ഹായ്. ആൻ എവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ജോണിനെ ഒപ്പം കൂട്ടിക്കോ. പുള്ളിക്ക് ചരിത്രത്തിലൊക്കെ നല്ല പിടിയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഏവർ ക്ലാസ്സും. ശരി അച്ചോ. പോകേണ്ട സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ചോ? ഇല്ല, ഒന്നും വ്യക്തമായി തീരുമാനിച്ചിട്ടില്ല. ആൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നേ? ഇവിടെ അടുത്ത് സഭാചരിത്രവുമായി ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ പള്ളികളും സ്ഥലങ്ങളൊക്കെ എവിടെയാ ഉള്ളത്? അതിപ്പോ നമ്മുടെ സഭയിൽ തോമാസ് ലീഹ സ്ഥാപിച്ച നിരണം പള്ളിയുണ്ട്, തിരുവിതാംകോട് അരപ്പള്ളിയുണ്ട്, പിന്നെ അത് രണ്ടും വേണം. അതല്ലാതെ ഒരു ജൂയിഷ് കണക്ഷൻ കൊണ്ടുവരാൻ പറ്റിയ വല്ല സ്ഥലവും? ജൂയിഷ് കണക്ഷൻ ഒരു സ്ഥലമുണ്ട്. ഇതുവരെ ഡോക്യുമെന്ററികളൊന്നും വന്നിട്ടില്ല. നമുക്ക് അവിടേക്കൊന്ന് പോവാം. ഇത് ഞാൻ പിടിക്കാം. ആൻ പോയിട്ട് വാ. എങ്ങനെയുണ്ടായിരുന്നു? വെരി ഇൻട്രസ്റ്റിംഗ്. ഈ അടുത്ത കാലം വരെ ഇവിടെ യഹൂദന്മാരുണ്ടായിരുന്നു. പിന്നീട് മിക്കവരും തിരിച്ചുപോയി. യഹൂദന്മാർ പൊതുവെ യാത്ര ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ? യാത്ര മാത്രമല്ല, ആദ്യകാലത്തെ റോമാപീഡനം ഒരു കാരണമായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ അന്നത്തെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നല്ലോ. വ്യാപാരം അവരുടെ ഒരു പ്രധാന മേഖലയായിരുന്നു. തോമാസ് ലീഹയുടെ വരവും ഇവിടുത്തെ യഹൂദ സാന്നിധ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. AD 52 തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിലെ മാലിങ്കരിൽ വന്ന് ഇറങ്ങിയത് സുവിശേഷം അറിയിക്കാനും ഒപ്പം ഇവിടുത്തെ യഹൂദന്മാരെ കാണാനാണെന്ന് പഠനമുണ്ട്. തോമാസ് ലീഹ ഒരു യഹൂദനായിരുന്നല്ലോ. ജോൺ ഒരു സഹായം ചെയ്യാവോ? എന്താ, പറഞ്ഞോളൂ. ജോൺ ഈ സെന്റ് തോമസ് ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് പറയാമോ? എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ. ഇത് മട്ടാഞ്ചേരി ജൂതത്തെരുവ്, കേരളത്തിലെ യഹൂദ സംസ്കാരത്തിന്റെ നിലനിൽക്കുന്ന സാന്നിധ്യമാണിവ. തോമാസ് ലീഹ ഇന്ത്യയിലെത്തിയത് സുവിശേഷവൽക്കരണത്തോടൊപ്പം ഇവിടുത്തെ യഹൂദന്മാരെ കാണാൻ കൂടിയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. AD 52 കൊടുങ്ങല്ലൂരിനടുത്ത് മാല്യങ്കരയിൽ വന്നിറങ്ങിയ തോമാസ് ലീഹ കേരളത്തിന്റെ പല ഭാഗത്തായി 7 പള്ളികളും തിരുവിതാംകോട് അരജന്റെ പള്ളി എന്നറിയപ്പെടുന്ന അരപ്പള്ളി സ്ഥാപിക്കുകയും ബ്രാഹ്മണ കുടുംബങ്ങളായ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കാളിയാങ്കൽ എന്നീ തറവാട്ടിൽ നിന്നുള്ളവർക്ക് കൈവെപ്പ് കൊടുക്കുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം ഇന്ത്യയിൽ സ്ഥാപിച്ച തോമാസ് ലീഹ AD 72 മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷി മരണം വരിച്ചു.
ആൻ ചോദിച്ചില്ലേ ഇവിടുത്തെ സെന്റ് തോമസ് ക്രിസ്ത്യൻസിന്റെ കൾച്ചറൽ ട്രഡീഷനെ പറ്റി? അതിനുള്ള ചില തെളിവുകളാണിത്. ആദ്യകാലത്ത് ഇവിടുത്തെ തോമമാർഗക്കാർക്ക്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണല്ലോ അറിയപ്പെട്ടിരുന്നത്, രാജാക്കന്മാരിൽ നിന്ന് 72ഓളം അധികാര അവകാശങ്ങൾ ലഭിച്ചിരുന്നു. അവ രേഖപ്പെടുത്തിയ ചെമ്പ് പട്ടയങ്ങളാണിവ. ചെപ്പേടുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവർക്കൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായും. പകലോമറ്റം തറവാട്ടിൽ നിന്നും അർക്കതിയാക്കോൻ അഥവാ ജാതിക്ക് കർത്തവ്യൻ എന്ന സ്ഥാനപ്പേരുള്ള സമുദായ തലവന്മാരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ പടയാളികളും ഉണ്ടായിരുന്നു. അപ്പോ മാമോദിസ വിവാഹം പോലുള്ള കാര്യങ്ങൾ? അതിന് തോമാസ് ശ്ലീഹായെ കൈവെപ്പ് ലഭിച്ചവരും പിന്നീട് പേർഷ്യയിൽ നിന്ന് വന്ന ബിഷപ്പുമാരുടെ സഹായവും ലഭിച്ചിരുന്നു. എന്തുകൊണ്ടാ പേർഷ്യയിൽ നിന്ന് ബിഷപ്പുമാര് വരാൻ കാരണം? ഇന്ത്യയും പേർഷ്യയും തമ്മിൽ ക്രിസ്തുവിന് മുമ്പ് പോലും കച്ചവട ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല പേർഷ്യയിൽ സഭ സ്ഥാപിച്ചതും തോമാസ് ലീയാണല്ലോ. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്ക് പേർഷ്യയുമായ ഒരു ആത്മീയ ബന്ധമുണ്ട്. അത് തകർക്കപ്പെടുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ചുള്ള ഒരു CD എൻ്റെ മുറിയിലുണ്ട്. രാവിലെ അങ്ങോട്ടൊന്ന് വാ, ഞാൻ എടുത്തു തരാം. പോർച്ചുഗീസ് ജനറൽ വാസ്കോ ഡ ഗാമ AD 1498 മെയ് 21 കോഴിക്കോട്ട് കപ്പലിറങ്ങി. താമസിയാതെ തന്നെ ദക്ഷിണേന്ത്യ പോർച്ചുഗീസ് ആധിപത്യത്തിൽ വന്നു. വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുമ്പോൾ മലബാർ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടിരുന്ന മലങ്കര സഭ പേർഷ്യൻ സഭയുടെ സ്വാധീനത്തിലായിരുന്നു. തുടക്കത്തിൽ മലങ്കര സഭയ്ക്ക് പോർച്ചുഗീസുകാരുമായി ഒരു സൗഹാർദ്ദപരമായ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ സഭയെ കീഴ്പ്പെടുത്തി റോമാക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു. അതിനായി 1599 ജൂൺ 20 അന്നത്തെ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായിരുന്ന അലക്സ് ഡി മെനസസിന്റെ നേതൃത്വത്തിൽ ഉദയംപേരൂരിൽ ഒരു സുന്നഹദോസ് വിളിച്ചു ചേർത്തു. റോമാ സഭയുടെ അതീശത്വത്തെ അംഗീകരിക്കുന്ന പല രേഖകളിലും അവിടെ കൂടിയിരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചു. പിന്നീട് റോമാ സഭാ ഭരണരീതി നടപ്പിലാക്കി. അർക്കദിയാക്കോന്റെ സ്ഥാനവും അധികാരങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടു. പ്രലോഭനം കൊണ്ടും പീഡനം കൊണ്ടും അനേകരെ റോമാ സഭയിൽ ചേർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. എതിർത്തിരുന്നവരെ കായികമായി അടിച്ചമർത്തുകയും ചിലരെ ഇല്ലാതാക്കുകയും ചെയ്തു. ഒടുവിൽ അത് 1653 ചരിത്ര പ്രസിദ്ധമായ മട്ടാഞ്ചേരി കൂനംകുരിശ് സത്യത്തിന് വഴിതെളിച്ചു. എന്തു പറ്റി? എന്താ പ്രശ്നം? പോർച്ചുഗീസ് ഇൻവേഷനെ പറ്റിയുള്ള CD ഇത് വർക്കാവുന്നില്ല. ഒന്ന് നോക്കാവോ? ഇതിനി ഓടാൻ പോകുന്നില്ല. ഇത് മുഴുവൻ സ്ക്രാച്ചാ. ഇത് എവിടുന്ന് കിട്ടി? അച്ഛൻ തന്നതാ. ചുമ്മാതല്ല, ഇത് പോർച്ചുഗീസുകാരുടെ കാലത്തുള്ളതാന്നാ തോന്നുന്നേ. ഷോ, നല്ല ത്രില്ലടിച്ചു വരുമായിരുന്നു. നമുക്ക് കൂനംകുരിശ് സത്യം നടന്നിടത്തൊന്ന് പോയാലോ? അത് അവിടെ ഇപ്പൊ ഒരു കുരിശല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ആ സംഭവം റിയലായി ഷൂട്ട് ചെയ്താലോന്ന് തോന്നുന്നു. റിയലായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് അത്രയും വലിയ ക്രൗഡിനെ സംഘടിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. വേറൊരു ഐഡിയ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കൂനൻകുരിശ് സത്യത്തിന്റെ ചിത്രം. ഈ സംഭവത്തെ പറ്റിയുള്ള ആദ്യത്തെ പോർട്രേറ്റ്. ഇതായിരിക്കും അർക്കദിയാക്കോൻ. അതെ, തോമസ് അർക്കദിയാക്കോൻ. അന്ന് അവിടെ നടത്തിയ പ്രൊക്ലമേഷൻ എന്താണെന്ന് അറിയോ? ഇനി ഞങ്ങളും ഞങ്ങളുടെ തലമുറയും റോമാനുഗത്തെ അംഗീകരിക്കില്ല എന്ന പ്രതിജ്ഞയാണ് അവിടെ നടന്നത്. അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായില്ലേ? പിന്നെ അതിനുശേഷം മലങ്കര നസ്രാണികൾ ആലങ്കോട്ട് പള്ളിയിൽ ഒത്തുചേർന്ന്
തോമസ് അർക്കദിയാക്കോനെ മാർത്തോമ ഒന്നാമൻ എന്നുള്ള പേരിൽ മെത്രാനായി വാഴിച്ചു. അതിനുശേഷം ഇവിടെ അർക്കദിയാക്കന്മാരുണ്ടായിട്ടില്ലേ? തോമസ് അർക്കദിയാക്കോനാണല്ലോ മാർത്തോമ ഒന്നാമനായി വാഴിക്കപ്പെട്ടത്. അതിനുശേഷം മലങ്കര നസ്രാണികളുടെ തലവൻ മാർത്തോമ എന്നാണ് അറിയപ്പെട്ടത്. അത് എത്ര കാലം തുടർന്നു? 1653 മുതൽ 1815 വരെ മാർത്തോമ ഒന്നാമൻ മുതൽ മാർത്തോമ എട്ടാമൻ വരെയുള്ളവരുടെ ഭരണകാലഘട്ടമായിരുന്നു. മലങ്കര സഭയുടെ വളർച്ചയുടെ മറ്റൊരു ഘട്ടമായിരുന്നു അത്. കാരണം അർക്കദിയാക്കന്മാർ ഭരണകർത്താക്കളായിരുന്നെങ്കിലും മാർത്തോമമാർക്ക് ഭരണത്തോടൊപ്പം ആത്മീയ ശുശ്രൂഷകൾക്കുള്ള അധികാരവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പട്ടംകൊട, പള്ളികൂദാശ, അങ്ങനെ അങ്ങനെ. മോളെന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഈ ചാപ്പലിന്റെ ഒക്കെ ചില ചിത്രങ്ങൾ എടുക്കുമായിരുന്നു. നാലുകെട്ടിനകമൊക്കെ കയറി കണ്ടായിരുന്നോ? ഇല്ല. വാ, ഞാൻ കാണിച്ചു തരാം. ആയിരത്തി 1814 ഈ സെമിനാരി സ്ഥാപിക്കുന്നത്. സഭയ്ക്ക് പൊതുവായി ഒരു സെമിനാരി വിഭാവനം ചെയ്തതും പിന്നെ ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തതുമെല്ലാം കുന്നംകുളത്തെ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനാണ്. ഇദ്ദേഹമാണ് പിന്നീട് ജോസഫ് മാർ ദിവന്നാസ്യോസ് ഒന്നാമൻ എന്ന പേരിൽ മലങ്കര മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടത്. അത് സഭയുടെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ആദ്യം അർക്കദിയാക്കോൻ, പിന്നീട് മാർത്തോമ, അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കാലം മുതൽ സഭാ തലവന്മാർ അറിയപ്പെട്ടത് മലങ്കര മെത്രാപ്പോലിത്ത എന്നായിരുന്നു. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണം ഇവിടെ വേരോടി തുടങ്ങിയിരുന്നു. അവരോടൊപ്പം വന്ന മിഷണറിമാർ ഇവിടെ പല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ മുറിയിൽ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത്. പിന്നീട് ബൈബിൾ പരിഭാഷ, പുസ്തകങ്ങളുടെ അച്ചടി, അത്തരത്തിലുള്ള മിക്ക പ്രവർത്തനങ്ങളും ഇവിടം കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. 1816 പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തു. തുടർന്ന് പുന്നത്ര മാർ ദിവന്നാസ്യോസ് തിരുമേനിയും അദ്ദേഹത്തിന് ശേഷം ചേപ്പാട് മാർ ദിവന്നാസ്യോസ് തിരുമേനിയും മലങ്കര മെത്രാപ്പോലിത്തമാരായി. ബ്രിട്ടീഷ് മിഷണറിമാർ സഭാകാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ലേ? തുടക്കത്തിൽ അവർക്ക് മിഷണറി പ്രവർത്തനങ്ങളായിരുന്നു ശ്രദ്ധ. പക്ഷെ പിന്നീട് ഭരണകാര്യങ്ങളിൽ ഇടപെടാനും സഭയുടെ ചില അടിസ്ഥാന വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കാനും തുടങ്ങി. ഈ അവസരത്തിൽ മാവേലിക്കരയിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി മിഷണറിമാരുടെ നവീകരണ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു. അതാണ് മാവേലിക്കര പടിയോല. തുടർന്ന് 1840 കൊച്ചി പഞ്ചായത്ത് എന്ന ഉടമ്പടിയിലൂടെ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഒരു ചെറുവിഭാഗം മലങ്കര സഭയിൽ നിന്നും പിരിഞ്ഞുപോയി. അന്ന് പിരിഞ്ഞുപോയ ആ വിഭാഗവും ചേർന്നാണ് പിൽക്കാലത്ത് CSI സഭയുണ്ടായത്. അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചോ? തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് തോന്നിയെങ്കിലും ശരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. മിഷണറിമാർ സഭ വിട്ടുപോയെങ്കിലും അവർ പഠിപ്പിച്ച നവീകരണ ആശയങ്ങൾ ശരിയല്ലേ എന്നൊരു സംശയം നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർക്കൊക്കെ തോന്നി. ഈ കൂട്ടർക്ക് നേതൃത്വം നൽകിയത് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനും അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ മാത്യൂസ് മാർ അത്താനാസ്യോസുമായിരുന്നു. എന്നാൽ നവീകരണാശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച മലങ്കര നസ്രാണികൾ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് മലങ്കര മെത്രാപ്പോലീത്തയുടെ കീഴിൽ ഉറച്ചു നിന്നു. നവീകരണ ആശയത്തെ അനുകൂലിച്ചവർ
1889 റോയൽ കോടതി വിധിയോടുകൂടി മലങ്കര സഭയിൽ നിന്നും വേർപിരിയുകയും പിൽക്കാലത്ത് മാർത്തോമാ സഭ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. നവീകരണ വിഷയം പരിഹരിക്കുന്നതിന് മറ്റാരെങ്കിലും നമ്മെ സഹായിച്ചിരുന്നോ? ഉവ്വ്. നവീകരണക്കാരുമായുള്ള നമ്മുടെ ഭിന്നതയിൽ സഭയുടെ വിഭാഗീയത പരിഹരിക്കുന്നതിന് അന്ത്യോക്യയിലെ പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസിന്റെ സഹായം നമുക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് 1876 പുലിക്കോട്ടിൽ തിരുമേനിയുടെ സഹകരണത്തോടെ മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടി. അതിൽ വെച്ച് മലങ്കര സഭ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. 6 മെത്രാപ്പോലിത്തമാരെ വാഴിച്ചു. അതിലൊരാളാണ് പരിശുദ്ധ പരിമല തിരുമേനി. നമ്മുടെ സഭയുടെ പാത്രിയാർക്കീസ് ഇത്ര സ്നേഹം കാണിക്കാൻ എന്താ കാരണം? അതല്ലേ രസം. ഇങ്ങനെയൊക്കെ സഹായിക്കുമ്പോഴും മലങ്കര സഭയെ തന്റെ അധീനതയിലാക്കിയെന്ന ഗൂഢലക്ഷ്യവും പാത്രിയാർക്കീസിനുണ്ടായിരുന്നു. ഇതിനിടയിൽ 1930 നമ്മുടെ മെത്രാപ്പോലിത്ത മാർ ഈവാനിയോസിന്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി റോമാ സഭയിൽ ചേർന്നു. അവരാണ് ഇന്നത്തെ മലങ്കര കത്തോലിക്ക അഥവാ റീത്ത് സഭ. ഇത് സഭയുടെ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ്. ഇതാരുപയോഗിച്ച കുരിശ? ഇത് പരിമല തിരുമേനി ഉപയോഗിച്ച കുരിശ. ആ, ഞാൻ നാളെ പരിമലയ്ക്ക് പോകുന്നുണ്ട്. ആനും വരുന്നെങ്കിൽ പോരെ, നമുക്ക് ഒരുമിച്ച് പോവാം. പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി സഭയെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമാണല്ലോ വൈദിക പരിശീലനത്തിനു വേണ്ടി ഈ സെമിനാരി സ്ഥാപിച്ചത്. പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ഗുരുനാഥനായിരുന്നു അദ്ദേഹം. അവരാണല്ലോ പിൽക്കാലത്ത് സഭയുടെ പരിശുദ്ധന്മാരായി തീർന്നത്. പരിമല പണ്ട് മുതൽ ഇതുപോലെ പ്രസിദ്ധമായിരുന്നു. ഹേയ്, പണ്ട് ഇവിടെ കാടും മലയും ഒക്കെ ആയിരുന്നു. പിന്നെ പരിമല തിരുമേനിയുടെ കാലം മുതല് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനയും നിമിത്തം അനേകായിരങ്ങൾ ഇവിടേക്ക് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി. ആ വിശുദ്ധിയിലേക്കുള്ള പ്രയാണമാണ് ഇപ്പോഴും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആൻ, എന്താ ചിന്തിക്കുന്നത്? തന്റെ സംശയമൊക്കെ തീർന്നോ? പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിക്ക് ശേഷം ആരാ മലങ്കര മെത്രാപ്പോലിത്തയായത്? അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന വട്ടശ്ശേരി തിരുമേനിയായിരുന്നു അടുത്ത മലങ്കര മെത്രാപ്പോലിത്ത. വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലായിരുന്നു അദ്ദേഹവും സഭയെ നയിച്ചത്.
തന്റെ വല്യപ്പച്ചൻ സെമിനാറിൽ പോയത് വട്ടശ്ശേരി തിരുമേനിയെ കാണാനും ഡയറി കൊടുക്കാനുമാണെന്നല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? എനിക്കറിയേണ്ടത് വല്യപ്പച്ചൻ ഇവിടുന്ന് പോയതിന്റെ കാരണം എന്താന്നാ. അതറിയണമെങ്കിൽ ആ മിസ്സിംഗ് ഡയറി കണ്ടെടുക്കണം. നമുക്കിത് ശമൂലച്ചനെ കാണിച്ചാലോ? വാ. ഡയറി മുഴുവൻ ഞാൻ വായിച്ചു. അന്നത്തെ സഭയുടെ സാഹചര്യത്തിൽ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്ന ആളായിരിക്കണം ആന്റെ വല്യപ്പച്ചൻ. അദ്ദേഹം ഇവിടുന്ന് നാടുവിട്ടു പോയത് എന്തിനായിരിക്കും? ഒരുപക്ഷെ അതിന്റെ കാരണങ്ങളായിരിക്കാം ആ ഡയറിക്കുള്ളിൽ. വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലത്ത് സഭയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? നവീകരണ വിഷയത്തിൽ സന്ധി സംഭാഷണത്തിന് വന്ന പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസ് ബാവ ഇവിടുത്തെ അധികാരത്തിൽ കണ്ണുവച്ചാണല്ലോ മടങ്ങിപ്പോയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി അബ്ദുള്ള പാത്രിയാർക്കീസ് മലങ്കരയിലെത്തി. പാത്രിയാർക്കീസിന്റെ അധികാരം മലങ്കരയിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അധികാര സ്ഥാപനത്തിനായി ഒരു ഉടമ്പടി ഒപ്പിട്ട് നൽകാൻ പാത്രിയാർക്കീസ് വട്ടശ്ശേരി തിരുമേനിയോട് ആവശ്യപ്പെട്ടു. സഭാസ്നേഹിയായ വട്ടശ്ശേരി തിരുമേനി സഭയുടെ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പാത്രിയാർക്കീസ് അദ്ദേഹത്തെ മുടക്കിയതായി അറിയിച്ചു. അകാരണമായ ഈ മുടക്ക് സഭാമക്കൾക്കിടയിൽ വലിയ കോളിളക്കമുണ്ടാക്കി. എന്നാൽ വട്ടശ്ശേരി തിരുമേനിയുമായി പിണക്കത്തിലായിരുന്ന കൂട്ട് ട്രസ്റ്റികൾ പാത്രിയാർക്കീസിനെ അനുകൂലിച്ചു. ഒരു ചെറുവിഭാഗം അവരോടൊപ്പം നിന്നു. അങ്ങനെ ഒന്നായി നിന്ന സഭാമക്കളെ 2 തട്ടാക്കി തിരിച്ചിട്ട് പാത്രിയാർക്കീസ് മടങ്ങിപ്പോയി. ഈ വിഷയത്തിൽ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പമായിരിക്കും ആനിന്റെ വല്യപ്പച്ചൻ നിന്നത്. അതായിരിക്കാം. പക്ഷെ ആ ഡയറി അതൊരു പക്ഷേ ആർക്കേസിൽ കാണാൻ സാധ്യതയുണ്ട്. ആൻ, ഇതായിരിക്കോ? ഇവിടെ എങ്ങും കാണാത്ത സ്ഥിതിക്ക് ഇനി അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവോ? അതിവിടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കാലത്ത് ദേവലോക അരമന പണിതപ്പോ ഇവിടുന്ന് കുറച്ച് പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അതിൽ കാണാൻ സാധ്യതയുണ്ട്. അച്ഛാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് ദേവലോക അരമന. പരിശുദ്ധ ബാവ തിരുമേനി താമസിക്കുന്ന ഇവിടെയാ. മലങ്കര മെത്രാപ്പോലിത്തയ്ക്ക് കാതോലിക്ക എന്നൊരു സ്ഥാനം കൂടി ലഭിക്കുന്നത് എന്നു മുതലാ? വട്ടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയാർക്കീസ് മുടക്കിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഈ വിവരം അദ്ദേഹത്തിന്റെ മുൻഗാമിയായ അബ്ദേദ് മഷിയ പാത്രിയാർക്കീസ് അറിഞ്ഞു. നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയ അദ്ദേഹം 1912 സെപ്റ്റംബർ 15 നെരണം വലിയ പള്ളിയിൽ വെച്ച് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയെ പൗരസ്ത്യ കാതോലിക്കയായി വാഴിച്ചു. നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്തിന്റെയും പ്രതീകമായിരുന്നു ആ കാതോലിക്കേറ്റ് സ്ഥാപനം. ഇത് സഭയെ നയിച്ചിട്ടുള്ള കാതോലിക്ക ബാവമാരുടെ കബറിടങ്ങളാണ്. കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ സഭയുടെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ കാതോലിക്കേറ്റ് സ്ഥാപനം. സഭയുടെ ആരംഭത്തിൽ അർക്കതിയാക്കോന്മാർ, പിന്നീട് മാർത്തോമമാർ, അതിനുശേഷം മലങ്കര മെത്രാപ്പോലീത്ത എന്നിങ്ങനെയാണല്ലോ സഭയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്നത്. ഒരു പുതിയ ഘട്ടത്തിൽ
സഭാതലവന് കാതോലിക്കുന്ന സ്ഥാനപ്പേര് ലഭിക്കുകയായിരുന്നു. പിന്നീട് മലങ്കര മെത്രാപ്പൊലിത്തമാരുണ്ടായിട്ടില്ലേ? ദേ നോക്കിയേ, 1934 വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്യുന്നതുവരെ അദ്ദേഹമായിരുന്നു മലങ്കര മെത്രാപ്പൊലിത്ത. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ബെസോലിയസ് പൗലോസ് പ്രഥമൻ ബാവ, പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ എന്നിവർ കാതോലിക്കന്മാരായി. ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കാലത്ത് മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായി. പിന്നീട് ഔഗിയൻ പ്രഥമൻ ബാവ, മാത്യൂസ് പ്രഥമൻ ബാവ, മാത്യൂസ് ദ്വിതീയൻ ബാവ, ദിദിമോസ് പ്രഥമൻ ബാവ എന്നിവർ സഭയെ നയിച്ചു. 2010 നവംബർ 1 മുതൽ സഭയെ നയിക്കുന്നത് പരിശുദ്ധ ബെസോലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. ഇപ്പൊ സഭാചരിത്രം മോൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആ സൺഡേ സ്കൂൾ ഓഫീസിൽ ഒന്ന് കയറിയിട്ട് വരാം. മോൾ ആ ലൈബ്രറി കയറി ഡയറി എവിടെയുണ്ടോ എന്ന് നോക്ക്. വട്ടശ്ശേരിൽ തിരുമേനിയുടെ തൃക്കൈമുത്തി ഇട്ടിക്കുഞ്ഞ് എഴുതുന്നത്: തിരുമേനി, ഞാനിവിടുന്ന് പോവുകയാണ്. പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പോകാതിരുന്നാൽ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കും. കഴിഞ്ഞ ദിവസം കുരേച്ചൻ വിളിച്ചിട്ട് ഞാനവിടെ ചെന്നിരുന്നു. അന്ന് അവിടെ സംഭവിച്ചത് ഇതാണ്. ഇട്ടിക്കുഞ്ഞ്, തന്നെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയാമോ? ഇല്ല, അറിയില്ല. ആരൊന്നും പറഞ്ഞില്ല. പാത്രിയാർക്കിസ് ബാബ വട്ടശ്ശേരി തിരുമേനോട് ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞു കാണുമല്ലോ. ഇനി വട്ടശ്ശേരി തിരുമേന്റെ കൂടെ നിൽക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. പാത്രിയാർക്കിസ് ബാബ കരിങ്ങാച്ചിറ വെച്ചൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് തനിക്ക് ചില സ്ഥാനങ്ങളൊക്കെ തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇട്ടിക്കുഞ്ഞിനും പണത്തിന് മാത്രമേ കുറവുള്ളൂ. അന്തസ്സും അഭിമാനത്തിനും ഒരു കുറവുമില്ല. എനിക്ക് ജന്മം നൽകിയ എന്റെ സഭയെ തള്ളിപ്പറഞ്ഞ് ഒരു നേട്ടം എനിക്ക് വേണ്ടോ? അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. തിരുമേനിക്കറിയാവല്ലോ, അവരോട് എതിരിടാനുള്ള കരുത്ത് എനിക്കില്ലെന്ന്. സ്വന്തം സഭയെ ഒറ്റുകൊടുക്കുന്നതിന് നല്ലത് ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതാണ്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തിരുമേനിക്ക് ദൈവം തമ്പുരാൻ ശക്തി തരട്ടെ. തിരുമേനിയുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ. കൈമുത്തു വണക്കത്തോടെ ഇട്ടിക്കുഞ്ഞ്. വല്യപ്പന്റെ ഡയറി കിട്ടിയ സന്തോഷം ആ മുഖത്തുണ്ട്. അച്ഛാ, അതിനേക്കാൾ വലിയ സന്തോഷം ഇത്ര വലിയ പാരമ്പര്യമുള്ള സഭയുടെ അംഗമാണ് ഞാൻ എന്നറിഞ്ഞതില്ല. ആനിനിയും ഒരുപാട് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ജോൺ. ഒരുപാട് നന്ദിയുണ്ട് അച്ഛനോടും ജോണിനോടും എല്ലാവരോടും. വിഷ് യു ഓൾ സക്സസ്.